Hi students, welcome to Solar and LED Technician or Electronics course. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് യൂണിറ്റ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. വാട്ട് ഈസ് ഇലക്ട്രോണിക്സ്? എന്താണ് ഇലക്ട്രോണിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ആൻഡ് ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. അതായത് ഇലക്ട്രോണുകളെ പറ്റിയും ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെ പറ്റിയും ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പറ്റിയും പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ശാഖയാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇവ എന്താണെന്ന് നോക്കാം. ആദ്യമായി കണ്ടക്ടേഴ്സ് അഥവാ ചാലകങ്ങൾ. വൈദ്യുതിയെ സുഗമമായി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ സിൽവർ, കോപ്പർ, അലൂമിനിയം എക്സെട്ര. Conductors, materials which allows free flow of electric current. Example, silver, copper, aluminum etc. അടുത്തത് ഇൻസുലേറ്റേഴ്സ് അഥവാ കുചാലകങ്ങൾ. വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ കുചാലകങ്ങൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ റബ്ബർ, പ്ലാസ്റ്റിക്, വുഡ് എക്സെട്ര. Insulators, materials which does not allow free flow of electric current. Example, rubber, plastic, wood etc. അടുത്തതായി സെമി കണ്ടക്ടേഴ്സ്. വൈദ്യുതിയെ ഭാഗികമായി അതായത് പാർഷ്യലായി കടത്തിവിടുന്ന വസ്തുക്കളെ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അർദ്ധചാലകങ്ങൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ജർമേനിയം, സിലിക്കൺ. Semiconductors, materials which allows partial flow of electric current. Example, germanium, silicon. മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസും സെമി കണ്ടക്ടേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് വോൾട്ടേജ് വി എന്താണെന്ന് നോക്കാം. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വോൾട്ടേജ് വി എന്ന് പറയാം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്സ് ആണ്. വോൾട്ടേജ് അളക്കാനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ ആ കമ്പോണൻറ്റിന് സമാന്തരമായി അതായത് പാരലായി കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Voltage, it is the electric potential difference between 2 points of a conductor. Its unit is volts. Voltmeter is used to measure voltage. To measure voltage, the voltmeter should be connected parallel to that device. ഇനി വോൾട്ടേജ് പ്രധാനമായും രണ്ട് തരത്തിലാണ്, എ സി വോൾട്ടേജും ഡി സി വോൾട്ടേജും. എ സി വോൾട്ടേജ് ഒന്നിടവിട്ട് അളവും ദിശയും മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിനെ എ സി വോൾട്ടേജ് എന്ന് പറയുന്നു. നമുക്ക് വീടുകളിൽ ലഭിക്കുന്നത് എ സി വോൾട്ടേജ് ആണ്, അതായത് 230 വോൾട്ട് എ സി. എ സി വോൾട്ടേജ് ഉണ്ടാക്കുന്നത് എ സി ജനറേറ്ററുകളാണ്. എ സി വോൾട്ടേജ് പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഫേസും 3 ഫേസും. അടുത്തത് ഡി സി വോൾട്ടേജ്. എല്ലായ്പ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്ന വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നു. നമുക്ക് ഒരു സെൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഡി സി വോൾട്ടേജ് ലഭിക്കുന്നു. AC voltage, it is the voltage which reverses its direction alternately. DC voltage, it is the voltage which flows only in one direction. അടുത്തത് കറണ്ട് ഐ എന്താണെന്ന് നോക്കാം. ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ നിരക്കിനെ ഇലക്ട്രിക് കറണ്ട് ഐ എന്ന് പറയുന്നു. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അതുപോലെ കറണ്ട് അളക്കാൻ അമ്മീറ്റർ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലൂടെയുള്ള
കറണ്ട് ഫ്ലോ അളക്കാൻ അമ്മീറ്ററിനെ കമ്പോണൻറ്റുമായി സീരീസ് അല്ലെങ്കിൽ ശ്രേണിയിൽ കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Current. It is the rate of flow of electrons in a conductor. Its unit is ampere. A meter is used to measure the current. To measure current, the ammeter should be connected series to that device. അടുത്തത് ഇലക്ട്രിക് പവർ P എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിയെ പവർ P എന്ന് പറയുന്നു. ഇതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. പവർ അളക്കാനുള്ള ഒരു ഉപകരണമാണ് വാട്ട് മീറ്റർ. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ പവർ കണ്ടുപിടിക്കാൻ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗുണിച്ചാൽ മതിയാകും. അതായത് P = V × I ആയിരിക്കും. Power. It is the electrical energy required to work all electrical appliances. Its unit is watts. Wattmeter is used to measure electric power. അടുത്തതായി നമുക്ക് റെസിസ്റ്റൻസ് R എന്താണെന്ന് പഠിക്കാം. ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് റെസിസ്റ്റർ. ഇതിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസ് അളക്കാൻ ഓം മീറ്റർ ഉപയോഗിക്കുന്നു. Resistor. It is a component used to oppose the current flow in a circuit. Its unit is ohms. Ohm meter is used to measure resistance. അടുത്തത് ഇൻഡക്ടർ L എന്താണെന്ന് നോക്കാം. ഒരു കോയിൽ അല്ലെങ്കിൽ കമ്പിച്ചുരുളാണ് ഒരു ഇൻഡക്ടർ. ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ കമ്പിച്ചുരുളിൽ സംജാതമാകുന്നു. ഇൻഡക്ടറിനെ L എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് ഹെൻറി അല്ലെങ്കിൽ H ആണ്. Inductor. It is a coil which stores energy in the form of magnetic field. Its unit is Henry. അടുത്തതായി ഒരു കപ്പാസിറ്റർ C എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ചാർജ് അല്ലെങ്കിൽ എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്റർ. ഇതിനെ C എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് ഫാരഡ് F ആണ്. ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ കപ്പാസിറ്റർ ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുന്നു. Capacitor. It is a device which stores charge or energy in an electric field. Its unit is farad. അടുത്തതായി മൾട്ടിമീറ്റർ എന്താണെന്ന് നോക്കാം. ഒരു സർക്യൂട്ടിലെ AC വോൾട്ടേജ്, AC കറണ്ട്, DC വോൾട്ടേജ്, DC കറണ്ട്, റെസിസ്റ്റൻസ് എന്നിവ അളക്കാനുള്ള ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. ഒരു മൾട്ടിമീറ്ററിന് പ്രധാനമായും 2 പ്രോബുകളാണുള്ളത്. ചുവന്ന പ്രോബ് പോസിറ്റീവും കറുത്ത പ്രോബ് നെഗറ്റീവുമാണ്. പ്രധാനമായും 2 തരം മൾട്ടിമീറ്ററുകളുണ്ട്. ഒന്ന് അനലോഗ് മൾട്ടിമീറ്റർ, 2 ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അനലോഗ് മൾട്ടിമീറ്റർ ഇതിലെ നീഡിൽ അല്ലെങ്കിൽ സൂചിയുടെ ചലനം മൂലം നമുക്ക് റീഡിങ്സ് എടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നിന്നും നമുക്ക് നേരിട്ട് റീഡിങ്സ് വായിക്കാം. Analog multimeter. Analog multimeter shows a particular reading by the movement of needle. Digital multimeter. Here we can read the values directly from the screen. It is very accurate. ഇനി ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് AC വോൾട്ടേജ് അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി മൾട്ടിമീറ്റർ AC വോൾട്ടേജ് റേഞ്ചിൽ ഇടുക. ഇനി മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബുകൾ AC വോൾട്ടേജുമായി കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്സ് സ്ക്രീനിൽ നിന്ന്
വായിക്കാൻ കഴിയും. ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് DC വോൾട്ടേജ് അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി മൾട്ടിമീറ്റർ DC വോൾട്ടേജ് റേഞ്ചിലിടുക. മൾട്ടിമീറ്ററിൻ്റെ ചുവന്ന പ്രോബ് വോൾട്ടേജ് അളക്കാനുള്ള ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടും കറുത്ത പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്സ് സ്ക്രീനിൽ നിന്നും വായിക്കാൻ കഴിയും. AC voltage measurement using multimeter. Number 1. Put the meter in the AC voltage range. 2. Connect the multimeter probes to the AC supply. 3. We can read AC voltage from screen. DC voltage measurement using multimeter. Put the meter in the DC voltage range. Connect the red probe to the positive terminal and black probe to the negative terminal of the battery. We can read DC voltage from screen. ഇനി ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് DC കറണ്ട് അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി മൾട്ടിമീറ്റർ DC കറണ്ട് റേഞ്ചിലിടുക. ഒരു ബാറ്ററി ഒരു DC മോട്ടോറുമായി മൾട്ടിമീറ്റർ വഴി സീരീസായി കണക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നിന്നും നമുക്ക് DC കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. Measurement of DC current using multimeter. Put the multimeter in the DC current range. Connect any DC load in series with a battery through the multimeter. We can read the current from the multimeter. അടുത്തതായി ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു കേബിളിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി മൾട്ടിമീറ്റർ ബസറിൻ്റെയും ഡയോഡിൻ്റെയും സിമ്പലുള്ള മോഡിൽ ഇടുക. ഇനി മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബുകൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള കേബിളിൻ്റെ 2 അറ്റത്തും പിടിക്കുക. ഒരു ബസർ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇത് നല്ല കേബിളാണെന്ന് നമുക്ക് അനുമാനിക്കാം. മെഗർ എന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചും ഒരു കേബിളിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ കഴിയും. Checking the continuity of a cable using multimeter. Put the multimeter in the buzzer or diode mode. Touch the 2 ends of the cable with multimeter probes. If the buzzer sounds, we can see that the cable is good. Megger can also be used to find the continuity of a cable. അടുത്തതായി നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴും കറണ്ട് വോൾട്ടേജ് എന്നിവ മെഷർ ചെയ്യുമ്പോഴും പാലിക്കേണ്ട ചില മുൻകരുതലുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരിക്കലും നനഞ്ഞ കൈകൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. വീട്ടിലെ എർത്തിങ് കറക്റ്റാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ ELCB, RCCB, MCB എന്നിവ വീട്ടിലെ വയറിങ്ങിൽ ഉൾപ്പെടുത്തുക. വീട്ടിലെ ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണം കേടായാൽ AC സപ്ലൈയിൽ നിന്നും പൂർണ്ണമായി റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ തൊടാവൂ. സേഫ്റ്റിക്ക് വേണ്ടി സേഫ്റ്റി ഫുട്വെയേഴ്സ്, ഗ്ലൗസ്, ഗോഗിൾസ് എന്നിവ ധരിക്കുക. ഉയർന്ന കറണ്ട്, വോൾട്ടേജ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഹെൽമറ്റ്, ജാക്കറ്റ്, സേഫ്റ്റി മാറ്റ് എന്നിവ ഉപയോഗിക്കുക. ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തം ഒഴിവാക്കാൻ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ വരെ നഷ്ടമാക്കാൻ സാധ്യതയാക്കും. Precautions while handling electric equipments and measurements. Do not touch with wet hands. Check earthing and connect ELCB, RCCB, MCB, etc.
Remove the AC power supply from a damaged equipment. Wear footwear, gloves, goggles, helmet, jacket, safety mat, etc. ഇതോടുകൂടി ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.